ചക്ക വെച്ചിട്ടുള്ള അവിയലാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ചെറിയ ചക്കയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ചക്ക വെച്ചിട്ട് അവിയൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിലേക്ക് ചെറിയ ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി ചക്കയായിരുന്നു. പിന്നെ അതിലേക്ക് ചെറിയൊരു പടവലങ്ങ മുറിച്ചിട്ട് നൈസായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കായിൻ്റെ കഷ്ണം ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെന്തായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. നല്ലപോലെ ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പം ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിടുക. ഇതിലേക്ക് പുളിക്കനുസരിച്ചിട്ട് മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മാങ്ങയോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പുളിയുള്ള മാങ്ങ. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചൂട് കുറച്ചിട്ട് നല്ലപോലെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ശരിക്ക് വെന്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങയിൽ ജീരകം, ഉള്ളി, കരിവേപ്പില, പച്ചമുളക് ഇത്രയും ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെയെല്ലാം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക.